சமையல் எரிவாயு பற்றாக்குறை அதிகரித்ததோடு ஹோட்டல்களில் உணவுகளின் விலையும் உயர்த்தப்பட்டுள்ளது. சமையல் செலவு அதிகரித்ததோடு விலையை உயர்த்தாமல் முன் செல்ல முடியாது என்று ஹோட்டல் உரிமையாளர்கள் தெரிவித்துள்ளனர். பல்வேறு பற்றாக்குறைகளுக்கு நடுவில்தான் ஹோட்டல் தொழில் கடந்து செல்கிறது. சமையல் எரிவாயு பற்றாக்குறை அதிகரித்ததோடு ஹோட்டல்களின் செயல்பாடுகள் பாதிக்கப்பட்டுள்ளது. உணவுப் பொருட்களின் எண்ணிக்கையும் குறைக்கப்பட்டுள்ளது. சில ஹோட்டல்களில் நேரமும் குறைக்கப்பட்டுள்ளது. சில கடைகள் முழுவதுமாக அடைக்கப்பட்டுள்ளன. வேலை செய்த தொழிலாளிகள் வேலையிலிருந்து நிறுத்த வேண்டிய நிலையும் ஏற்பட்டுள்ளது. தற்போது திறந்து செயல்படும் ஹோட்டல்கள் மிகவும் சிரமப்பட்டுதான் முன் செல்கின்றன. சமையல் எரிவாயுக்கான செலவு அதிகரித்ததோடு ഉണവുകളിன் വില அதிகரிக்க തീരുമാനിച്ചതായി ഹോട്ടൽ ഉടമകൾ தெரிவித்தனர். വീട്ടുകാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അടച്ചിടാൻ കഴിയില്ലാത്തതുകൊണ്ട് വിറകടുപ്പിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിറകും കിട്ടാൻ ഇന്നലെ 2 മില്ലിൽ പോയിട്ട് വിറകില്ല. പിന്നെ ഒരു കട പൊളിച്ചെടുത്ത് പോയി കുറേ ഫ്രൈ ഫുഡ് കിട്ടി. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ കഞ്ഞി സാമ്പാർ പായസം ബിരിയാണി എല്ലാം പുറത്ത് അടുപ്പ് കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. 2 മഴ കൂടെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പോകും. പിന്നെ പ്രസ്ഥാനം അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും ജാഗ്രത ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗ്യാസിൻ്റെ കാര്യത്തിൽ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും മര്യാദ എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചെറിയ സൈഡിലെ പണികളെല്ലാം നിന്ന് പോകും. അന്നന്ന് കഴിയാനുള്ള മാർഗത്തിന് വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത്. தற்போதைய நிலையில் உணவு பணி அதிகரிக்காமல் முன் செல்ல முடியாது என்று ஹோட்டல் சங்கம் தெரிவித்துள்ளது. ഗ്യാസിന്റെ ലഭ്യതക്കുറവ് മൂലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം, ഒപ്പം തന്നെ പ്രൈവറ്റ് കമ്പനികളുടെ അമിതമായ വില വർധനവ് കാരണം നമുക്ക് ആ രീതിയിൽ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വില കൂട്ടാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ഇതിനൊരു പരിഹാരം ഉടനടി കാണേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ നിലവിൽ റോക്കറ്റ് അടുപ്പുകൾ പോലെയുള്ള വിറകടുപ്പുകൾ നമ്മൾ പലരും കൊണ്ടുവന്ന് ഉപയോഗിച്ച് തുടങ്ങിയെങ്കിലും ഈ നിലവിലുള്ള കാലാവസ്ഥ മൂലം നമുക്ക് അമിതമായ ചൂട് കൊണ്ട് നമ്മുടെ തൊഴിലാളികൾക്ക് അത് വെച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാവരും മടുത്തു പോകുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന് അടിയന്തരമായൊരു പരിഹാരം ആവശ്യമാണ്. എന്തായാലും ഗ്യാസിന്റെ ലഭ്യത കിട്ടുന്ന മുറയ്ക്ക് ഇതൊരു പരിഹാരമാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. தற்போது ஏதாவது விதத்தில் சமையல் எரிவாயு கிடைத்தால் அதிக பணம் கொடுக்க வேண்டிய நிலை ஏற்பட்டுள்ளது. விறகு சேகரிப்பதற்கும் செலவு அதிகமாக உள்ளது. ஹோட்டல்களில் உள்ள பிரச்சனை வரும் நாட்களில் இனியும் அதிகரிக்கும் வாய்ப்புள்ளது. சமையல் எரிவாயு பற்றாக்குறைக்கு தீர்வு காணவில்லை என்றால் கூடுதல் ஹோட்டல்கள் அடைக்க வேண்டிய நிலை ஏற்படும். அதே நேரம் ஹோட்டல் உணவுக்கு விலை உயர்த்தினால் சாதாரண மக்களுக்கும் அது பெரும் பொருளாதார சிரமத்தை ஏற்படுத்தியுள்ளது. நியூஸ் பியூரோ, அடிமாலி.